ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യൈശ്വരം. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ശ്രീമദ് ഭാഗവതം അമലപുരാണം യദ് വൈഷ്ണവാനാം പ്രിയം. വൈഷ്ണവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഈ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിഷയങ്ങൾ അതിനെക്കുറിച്ചിട്ട് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 2-ാം സ്കന്ധത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ശുകദേവ ഗോസ്വാമി 2 ശ്ലോകങ്ങളിലൂടെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 10 വിഷയങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. 10 വിഷയങ്ങളെക്കുറിച്ചിട്ട് ശുകദേവ ഗോസ്വാമി സംസാരിക്കുന്നുണ്ട് 2-ാമത്തെ സ്കന്ധത്തിൽ 10-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയഃ മന്വന്തര ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനാർത്ഥേന ചാഞ്ജസ. ശ്രീമദ് ഭാഗവതത്തിൽ 10 വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ചർച്ച നടക്കുന്നത്. ഏതാണ് ഈ 10 വിഷയങ്ങൾ? എന്തുകൊണ്ടാണ് ഈ 10 വിഷയങ്ങൾ? അപ്പോൾ ഇതിൽ 1-ാമത്തെ വിഷയം എന്ന് പറയുന്നത് സർഗം. സർഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സൃഷ്ടി. അതായത് ഭഗവാൻ മഹാവിഷ്ണു എങ്ങനെയാണ് തൻ്റെ അധ്യക്ഷതയിലൂടെ സൃഷ്ടി നടത്തുന്നത് എന്ന വിഷയമാണ് സർഗ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ വിഷയമായിട്ട് വരുന്നത് വിസർഗ എന്ന് പറയുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മാവ്, ഭഗവാൻ ആദ്യം സൃഷ്ടിക്ക് ഉതകുന്ന സാധനങ്ങളെല്ലാം സൃഷ്ടിച്ചു കൊടുക്കുകയും പിന്നീട് അതുപയോഗിച്ച് ബ്രഹ്മാവ് എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെയെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് ഈ വിസർഗം എന്ന് പറയുന്ന 2-ാമത്തെ വിഷയത്തിൽ വരുന്നത്. 3-ാമത്തെ വിഷയമാണ് സ്ഥാനം. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹവ്യൂഹങ്ങളെല്ലാം എപ്രകാരമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ വിഷയം എന്ന് പറയുന്നത് പോഷണം. പോഷണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സംരക്ഷണം. എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരെയും ഒരല്പം ഭക്തി കുറഞ്ഞവരാണെങ്കിലും പോലും അവരെയുമൊക്കെ രക്ഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആ വിഷയമാണ് 4-ാമത്തെ വിഷയമായ പോഷണം എന്ന് പറയുന്നത്. 5-ാമത്തെ വിഷയമാണ് ഊതയഃ. ഊതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രചോദനം. പ്രചോദനം എന്ന് പറയുമ്പോൾ തന്നെ അത് സൃഷ്ടിക്കുള്ള പ്രചോദനം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പ്രചോദനം ഭഗവാന് അനുകൂലമായിട്ടും ഭഗവാന് പ്രതികൂലമായിട്ടും ജീവാത്മാവിന് എങ്ങനെ പ്രചോദനമുണ്ടാകുന്നു. ഈ വിഷയമാണ്
സർഗ, വിസർഗ, സ്ഥാനം, പോഷണം, ഊതിഹി. ഊതി അഞ്ചാമത്തെ വിഷയം. ആറാമത്തെ വിഷയമാണ് മന്വന്തര. അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ 14 മനുക്കളെയും കുറിച്ചിട്ടുള്ള വിശകലനം ശ്രീമദ് ഭാഗവതം ചെയ്യുന്നുണ്ട്. അതാണ് മന്വന്തര, ആറാമത്തെ വിഷയം. ഏഴാമത്തെ വിഷയമാണ് ഈശാനുകഥ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരെയും കുറിച്ചിട്ടുള്ള കഥ. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ശാസ്ത്രം അതെന്താണ് എന്നത് ചർച്ച ചെയ്യുന്നതാണ് ഏഴാമത്തെ വിഷയം. എട്ടാമത്തെ വിഷയം നിരോധ. നിരോധ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എല്ലാം സംഹരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് വീണ്ടും എല്ലാം ഭഗവാനിലേക്ക് തന്നെ ഭഗവാൻ തൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്, അതിനെയാണ് നിരോധ എന്ന് പറയുന്നത്. ഒൻപതാമത്തെ വിഷയമാണ് മുക്തി. എപ്രകാരം ഒരുവൻ ഈ ഭൗതിക അസ്തിത്വത്തിൽ നിന്നും മുക്തി നേടുന്നു എന്നുള്ളത് ഭാഗവതത്തിലെ 9ാമത്തെ വിഷയം. 10ാമത്തെ വിഷയമാണ് ആശ്രയ എന്ന് വച്ചാൽ എല്ലാറ്റിൻ്റെയും ആശ്രയസ്ഥാനം. ആ ആശ്രയസ്ഥാനത്തെക്കുറിച്ചിട്ട്, ആ ആശ്രയമാകുന്ന വ്യക്തിയെക്കുറിച്ചിട്ട്. ഇതാണ് 10ാമത്തെ വിഷയം എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ സുഖദേവ ഗോസ്വാമി ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം. അതായത് ഈ 10ാമത്തെ വിഷയത്തെ ഉയർത്തിക്കാട്ടുവാൻ വേണ്ടിയിട്ട് നവാനാമിഹ ലക്ഷണം മറ്റ് 9 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് ഈ മഹാത്മാക്കൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വർണ്ണയന്തി മഹാത്മാന. ഇതിനെ വർണ്ണിക്കുവാൻ വേണ്ടി മഹാത്മാക്കൾ ഉപയോഗിക്കുന്നു ശ്രുതേന, ശ്രുതിയിൽ നിന്നുമുള്ള തെളിവുകൾ, പ്രമാണങ്ങൾ അവരെടുത്ത് നിരത്തുന്നു. അർത്ഥേന, നേരിട്ടുള്ള അതിൻ്റെ വിശദീകരണം അവർ നൽകുന്നു. അഞ്ജസ, അതായത് സംക്ഷിപ്തമായിട്ട് അതിനെ വർണ്ണിക്കുകയും ചെയ്യുന്നു. എന്ന് വച്ചാൽ ശ്രീമദ് ഭാഗവതത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന 9 വിഷയങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ 10ാമത്തെ വിഷയമാകുന്ന ആശ്രയതത്വം നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോ, ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു ഒഴുക്ക് എന്ന് വച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 10ാമത്തെ വിഷയം തന്നെയാണ്. പക്ഷേ ആ വിഷയത്തിലേക്ക് നമുക്കാർക്കും നേരിട്ട് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നതിനാൽ 9 വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം 10ാമത്തെ വിഷയം. മാത്രമല്ല ഇതിന് മറ്റൊരു കാരണവും കൂടെയുണ്ട്. വ്യാസമഹർഷി ഇത് ഒരു പുരാണമായിട്ടാണ് രചിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നാരദ മഹർഷി വ്യാസമഹർഷിയെ കണ്ടത്. എന്നിട്ട് വ്യാസമഹർഷി നാരദ മഹർഷിയോട് തൻ്റെ വിഷമങ്ങൾ പറയുന്നു. അപ്പോൾ നാരദ മഹർഷിയാണ് വ്യാസമഹർഷിയോട് പറയുന്നത്, ഇതുവരെ നേരിട്ടുള്ള ഭഗവത് കഥ അങ്ങ് പറയാത്തത് കൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ മാനസികമായി ഒരു തൃപ്തിയില്ലായ്മ എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വ്യാസൻ രചിക്കുന്നതാണ് ഭാഗവതം. പക്ഷേ ഇത് പുരാണമായിട്ട് രചിക്കുന്നു എന്നതിനാൽ ഇതൊരു ഇതിഹാസമായിട്ട് രചിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇതിഹാസം മഹാഭാരതം വ്യാസൻ രചിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ഒരു പുരാണമായിട്ട് വ്യാസനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പുരാണത്തിൻ്റെ ലക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം വ്യാസമഹർഷിക്ക് ശ്രീമദ് ഭാഗവതം പറയുവാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ 9 വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ഇതിൽ ഇപ്പോൾ ഈ കലിയുഗത്തിലുള്ള നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷ്ണൻ ഇക്കഴിഞ്ഞ ദ്വാപരയുഗത്തിൽ അവതരിച്ച് പോയതേയുള്ളൂ. അതുകൊണ്ട് ഈ
കൃഷ്ണകഥ എന്ന് പറയുന്നത് അതിനുശേഷം വ്യാസമഹർഷിയിലൂടെയും വ്യാസനിൽ നിന്നും ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ശുകദേവ ഗോസ്വാമിയിൽ നിന്നും സൂത ഗോസ്വാമിയിലേക്ക് അങ്ങനെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് കിട്ടിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വേദവ്യാസൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലോട്ടും നമുക്ക് കുറച്ച് കൂടുതൽ അടുപ്പമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിന് മുൻപുള്ള ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നു എന്നതിനാൽ. അതുകൊണ്ട് ഭാഗവതം എന്ന് പറയുന്ന ഒരു പുരാണത്തിൻ്റെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ ഇത്രയും വിഷയങ്ങൾ വരികയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നാരദ മഹർഷി വ്യാസരോട് പറഞ്ഞത് അങ്ങ് ഭഗവാന്റെ ലീലാകഥനങ്ങൾ വർണ്ണിക്കണമെന്നല്ലേ. അപ്പോൾ എന്തിനാണ് ഈ ബാക്കിയുള്ളതെല്ലാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും കൂടിയാണിത്. ഇതൊരു പുരാണമായതുകൊണ്ട് പുരാണത്തിൻ്റെ ഈ പറയുന്ന ലക്ഷണങ്ങൾ മുഴുവനും ശ്രീമദ് ഭാഗവതത്തിൽ വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്കന്ധത്തിലൂടെ നമുക്ക് സർഗവിസർഗങ്ങളെക്കുറിച്ചിട്ട് പഠിക്കാൻ കഴിയുന്നത്. എപ്രകാരമാണ് മഹാവിഷ്ണു പ്രകൃതിയെ കടാക്ഷത്തിലൂടെ നോക്കിയെന്നും അത് മഹത്തത്വമായതും അഹങ്കാരവും മറ്റ് 5 സ്ഥൂല ഘടകങ്ങൾ മനസ്സ് എന്നിവ എല്ലാം ചേർന്ന് എപ്രകാരം പ്രപഞ്ചമായി അത് അസംഖ്യം പ്രപഞ്ചങ്ങളാകുന്നു, അതിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു. ഗർഭോദകശായി വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉണ്ടാകുന്ന കമലം, അതിനുശേഷം ആ കമലത്തിൽ ബ്രഹ്മാവ് വരുന്നു. അതിനുശേഷം ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ബ്രഹ്മാവ് ആ ബ്രഹ്മാണ്ടത്തിലുള്ള സൃഷ്ടി തുടങ്ങുന്നു. അതാണ് വിസർഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് 4ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണ് ബ്രഹ്മാവ് ഈ പറയുന്ന 14 ലോകങ്ങളും ഭൂമണ്ഡലവും താഴോട്ടുള്ള അധോലോകങ്ങളും മുകളിലോട്ടുള്ള ലോകങ്ങളും എല്ലാം സൃഷ്ടിച്ചത്. അവിടെയെല്ലാം ഓരോരോ ഗുണത്തിലുള്ള ജീവാത്മാക്കളെ അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇത് സർഗം വിസർഗം. അതിനുശേഷം വരുന്നതാണ് ഈ സ്ഥിതി അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എപ്രകാരമാണ് ഈ പറയുന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ 5ാമത്തെ സ്കന്ധത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്നു സ്ഥാനം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് 6ാം സ്കന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് അജാമിളോപാഖ്യാനം. നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഭാഗവതത്തിൻ്റെ വിഷയങ്ങളിൽ വരുന്ന സ്ഥാനത്തിന് ശേഷം വരുന്ന പോഷണം, അതായത് സംരക്ഷണം, എപ്രകാരമാണ് ഭഗവാൻ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് എന്നുള്ളതും കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭഗവത് ലീലയാണ് ഈ പറയുന്ന അജോമിളോപാഖ്യാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും പോഷണമേകിക്കൊണ്ട് അവരെ എല്ലാവരെയും ഭക്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും സഹായവും ഭഗവാൻ തൻ്റെ ഈ പ്രകൃതിയിലൂടെയും അതിൽ ഭഗവാൻ അതിലേക്ക് അയക്കുന്ന ഭക്തന്മാരിലൂടെയും അതിനുള്ള പോഷണം ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും. അതാണ് അടുത്ത വിഷയമായ പോഷണം എന്ന് പറയുന്നത്. നമ്മൾ പിന്നീട് ഭാഗവതത്തിൻ്റെ 7ാം സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് 2 വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ 7ാമത്തെ സ്കന്ധത്തിൽ കാണുന്നത്. ആരാണ് ആ 2 വ്യക്തിത്വങ്ങൾ? ഹിരണ്യകശിപു എന്ന് പറയുന്ന പിതാവും പ്രഹ്ലാദൻ എന്ന് പറയുന്ന പുത്രനും. ഈ 2 വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് നമ്മൾ 7ാമത്തെ സ്കന്ധത്തിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഊതിഹി, പ്രചോദനം. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ പ്രചോദനം എന്ന് പറയുന്നത് ഭഗവാന് എതിരെ പ്രവർത്തിക്കാനുള്ള പ്രചോദനമാകാം, ഭഗവാന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനമാകാം. ഈ 2നെയും കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നതാണ് ഊതിബിഹി എന്ന് പറയും. അതായത് ഊതയ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്? എന്ത് ചെയ്യാനുള്ള പ്രചോദനം? ഒന്നിലെ ഭഗവാന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രചോദനം, അല്ലെങ്കിൽ ഭഗവാനെ എതിർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം.
ഈ രണ്ടും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഈ രണ്ട് വ്യക്തികളെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മൾ പ്രഹ്ലാദ മഹാരാജാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഹിരണ്യകശിപുവിനെ കുറിച്ചും കൂടെ പഠിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം പ്രഹ്ലാദൻ്റേത് പോലെയല്ല, മറിച്ച് ഹിരണ്യകശിപുവിൻ്റേത് പോലെയാണ്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രഹ്ലാദനെ പോലെയുള്ളൊരു മഹാഭക്തനല്ല, മറിച്ച് ഹിരണ്യകശിപുവിനെ പോലെ ഒരു അസുരനാകാനുള്ള സ്വഭാവ വിശേഷങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അത് പുറത്തു വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഹിരണ്യകശിപുവിൻ്റെ അത്ര തപോബലമോ കായബലമോ ബുദ്ധിബലമോ ഇല്ല. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ചെറിയ ചെറിയ ഹിരണ്യകശിപുമാരിങ്ങനെ ഒളിഞ്ഞു കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സ്വഭാവം നമ്മുടേത് ഇതുപോലെയൊക്കെയാണ്. അതുകൊണ്ട് 7-ാം സ്കന്ധത്തിൽ ഊതിയെക്കുറിച്ചിട്ട് പഠിക്കുമ്പോൾ പ്രഹ്ലാദനെക്കുറിച്ച് എത്ര വിശദമായി നമ്മൾ പഠിക്കുന്നുവോ അതിനോടൊപ്പം തന്നെ എങ്ങനെ ആകരുത് എന്ന് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഹിരണ്യകശിപുവിനെയും നല്ലവണ്ണം ശ്രദ്ധിക്കണം. അങ്ങനെ 7-ാമത്തെ സ്കന്ധത്തിൽ അടുത്ത വിഷയമാകുന്ന ഊതി എന്ന് പറയുന്നത് വരും. അതിനുശേഷം ഭാഗവതം തുടരുമ്പോൾ അവിടെ എപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടിക്ക് ശേഷം ഓരോ മനുക്കൾ വന്നു, ഈ മന്വന്തരങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ സ്വയംഭുവ മനുവിൽ നിന്നും തുടങ്ങുന്ന ആ ഒരു പരമ്പര എപ്രകാരം 71 യുഗങ്ങളിലൂടെ സ്വയംഭുവ മനു, അതിനുശേഷം അടുത്തതായിട്ട് വീണ്ടും മറ്റൊരു മനു വരുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കൾ വരികയും അവർ ഓരോരുത്തരും ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, എങ്ങനെയെല്ലാം പ്രവർത്തിച്ചു, ഇതെല്ലാം വരുന്നതാണ് മന്വന്തര. അതായത് എങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഈ 14 മനുക്കൾ വരുന്നതെന്നും എങ്ങനെയാണ് അവരിലൂടെയുള്ള പരമ്പരകൾ ഈ കാണുന്ന ആ സമയത്തുണ്ടായിരിക്കുന്ന ജനങ്ങളെയെല്ലാം തമോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്ക് ഉയർത്തുന്നത്, സത്വഗുണത്തിൽ ഉയർത്തിയതിന് ശേഷം അവരെങ്ങനെയാണ് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഈ പറയുന്ന മന്വന്തര. ഓരോ മനുവിൻ്റെയും പരമ്പര, ആ മന്വന്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ആ സമയത്തുള്ള ജീവരാശികളെല്ലാം പെരുമാറുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ മന്വന്തര. അതിനുശേഷം 9-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നതാണ് ഈശാനുകഥ. അതായത് ഭഗവാനും ഭഗവാന്റെ ചില ഭക്തന്മാരും തമ്മിൽ ഉള്ള കഥ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നടക്കുന്ന ക്രയവിക്രയത്തിൻ്റെ ചർച്ച. കഥ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്കൃതത്തിൽ കഥ എന്ന വാക്കിൻ്റെ അർത്ഥം കഥനം എന്നാണ്. അല്ലാതെ കഥ എന്ന് പറയുമ്പോൾ സാങ്കല്പികമായ കഥയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെയും ഭഗവത് കഥ അല്ലെങ്കിൽ ഭഗവത് ഭക്ത കഥ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ നടന്ന സംഭാഷണം, അവർ തമ്മിൽ ഉണ്ടായ എക്സ്ചേഞ്ച്, ഇതിനെയാണ് നമ്മൾ കഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈശാനുകഥ, അതും ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നു. അടുത്തതായി വരുന്നതാണ് മുക്തി. ഈ മുക്തിയെക്കുറിച്ചിട്ട്, സായുജ്യമുക്തിയെക്കുറിച്ചിട്ട് പോലും 11-ാമത്തെ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ചില അധ്യായങ്ങളിൽ എങ്ങനെയാണ് ബ്രഹ്മത്തിൽ ലയിക്കുക എന്നതുപോലും ശ്രീമദ് ഭാഗവതത്തിൻ്റെ 11-ാമത്തെ സ്കന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഗവതം പുരാണ രൂപമായതുകൊണ്ട് അതിൽ ഈ വിഷയം ഉൾപ്പെടണം എന്നുള്ളത് കൊണ്ടിട്ട് അതിനെക്കുറിച്ചിട്ടും പറഞ്ഞിരിക്കുന്നു. ഇനി വരുന്നത് 9-ാമത്തെ വിഷയമായ നിരോധ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എല്ലാം ഇല്ലാതായിത്തീരുന്നത്, എപ്രകാരമാണ് പരമപുരുഷ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, അതിനുശേഷം എപ്രകാരം ബ്രഹ്മാവ് വിസർഗത്തിൽ ഏർപ്പെടുന്നു, അതിനുശേഷം എങ്ങനെയാണ് മനുക്കളെല്ലാവരും ചേർന്ന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഈ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും അന്ത്യത്തിൽ ഒരു ചെറിയ പ്രളയവും അതിനുശേഷം ബ്രഹ്മാവിൻ്റെ 100 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ നിരോധ,
അതായത് ആ മഹാപ്രളയം സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം 9ാമത്തെ വിഷയം 12ാം സ്കന്ധത്തിൽ 4 വിധത്തിലുള്ള നിരോധത്തെക്കുറിച്ചിട്ട് 12ാമത്തെ സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നു. ഇനിയാണ് നമ്മൾ വരാൻ പോകുന്നത് ഏറ്റവും ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതായത് 10ാമത്തെ വിഷയമാകുന്ന ആശ്രയ. ആശ്രയം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണോ എല്ലാവർക്കും ആശ്രയം നൽകുന്നത്, ഏതൊരു വ്യക്തിയാണോ എല്ലാവർക്കും ആശ്രയം നൽകുന്നത്, ആ വ്യക്തിയാണ് എല്ലാറ്റിൻ്റെയും കാരണഭൂതനായും ഭവിക്കുന്നത്. അതുകൊണ്ട് പരമപുരുഷ ഭഗവാൻ എന്ന് നമുക്ക് പറയാം, അല്ലേ? പക്ഷേ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അമലപുരാണത്തിൽ വെറും പരമപുരുഷൻ അല്ലെങ്കിൽ ആദിപുരുഷൻ അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ പരമപിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നില്ല. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ ആ പരമപുരുഷനാകുന്ന പരമപിതാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചിട്ട് തുറന്നു കാട്ടുന്ന ഒരു അതിദുർലഭമായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് 1ാമത്തെ സ്കന്ധത്തിൻ്റെ 3ാമത്തെ അധ്യായത്തിൽ തന്നെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന പരിഭാഷാസൂത്രം എന്നറിയപ്പെടുന്ന ആ ശ്ലോകം തുടക്കത്തിൽ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആ സ്വയം ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ 10ാമത്തെ സ്കന്ധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശ്രയം എന്ന വിഷയം അത് കൃഷ്ണനാണ്. പക്ഷേ ആ കൃഷ്ണനെ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന 9 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലേ? കാരണം അവിടെയെല്ലാം നമ്മൾ കാണുന്നത് തുടക്കത്തിൽ എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? കാരണോദകശായി വിഷ്ണുവിൽ തുടങ്ങി ഗർഭോദകശായി വിഷ്ണുവിൽ വന്ന് ക്ഷീരോദകശായി വിഷ്ണുവിൽ വന്ന് ഇവിടെ എവിടെയും നമ്മൾ കൃഷ്ണനെ കാണുന്നില്ല, ഇല്ലേ? പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം കൃഷ്ണൻ 64 ഗുണങ്ങൾ തികഞ്ഞവനാണ്. അതിൽ 4 ഗുണങ്ങൾ മഹാവിഷ്ണുവിനില്ലാത്തതുപോലും ശ്രീകൃഷ്ണനുണ്ട്. അദ്ദേഹത്തിൻ്റെ ലീലാമാധുര്യം, അദ്ദേഹത്തിൻ്റെ രൂപമാധുര്യം, അല്ലേ, അദ്ദേഹത്തിൻ്റെ വേണുമാധുര്യം. അപ്പോൾ ഈ പറയുന്ന മാധുര്യങ്ങളെല്ലാം കൃഷ്ണനുണ്ട്. അത് രൂപഗോസ്വാമിയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കൃഷ്ണന് ഈ മഹാവിഷ്ണുവിൻ്റെ ശക്തി ഉണ്ടോ? കാരണം മഹാവിഷ്ണു അല്ലേ ഈ പറയുന്ന സൃഷ്ടിയെല്ലാം നടത്തിയിരിക്കുന്നത്. കൃഷ്ണന് മാധുര്യമുണ്ട്, സമ്മതിച്ചു. ലീലാമാധുര്യമുണ്ട്, വേണുമാധുര്യമുണ്ട്, രൂപമാധുര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വിഷ്ണുവിനല്ലേ ശക്തി മുഴുവൻ. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിന് ഒരു ബന്ധം സ്ഥാപിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വയം ഭഗവാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ എല്ലാം നിക്ഷിപ്തമാണ്. അതായത് ഈ പറയുന്ന ശക്തികൾ എല്ലാം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ് പൂർണ്ണമായും നിക്ഷിപ്തമായിട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പരമപുരുഷനായതുകൊണ്ടും ലീലാപുരുഷോത്തമനായതുകൊണ്ടും അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം തന്നെ വിഷ്ണുവായി മാറിയതിന് ശേഷം ഈ പറയുന്ന സൃഷ്ടി, ഈ പറയുന്ന സ്ഥിതി, ഈ പറയുന്ന സംഹാരം എന്നിവയിലെല്ലാം വിഷ്ണുവാണ് പങ്കെടുക്കുന്നത്. ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ശ്രീല പ്രഭുപാദർ എപ്പോഴും പറയും, ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടവും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഓടക്കുഴൽ ഊതിക്കൊണ്ട് തൻ്റെ പശുക്കളും പശുക്കിടാങ്ങളുമായിട്ട് അവയെ മേച്ചുകൊണ്ട് അതിൽ തൻ്റെ സഖാക്കളും സഖികളുമായിട്ട് മധുര സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ സമയം ചിലവഴിക്കാനാണ് കൃഷ്ണന്, പരമപുരുഷ ഭഗവാൻ ലീലാപുരുഷോത്തമനായ കൃഷ്ണന് അതാണിഷ്ടം. പക്ഷേ
അദ്ദേഹം സർവശക്തിം രസാബ്ധിം ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നുണ്ട്. അതായത് സർവശക്തിയും അദ്ദേഹത്തിലാണ്, രസ അബ്ധി എന്ന് പറഞ്ഞാൽ രസത്തിൻ്റെ സാഗരവും കൃഷ്ണനാണ്. അപ്പോൾ സർവശക്തി എങ്ങനെയാണ് കൃഷ്ണൻ പ്രകടിപ്പിക്കുന്നത്? മഹാവിഷ്ണുവിലൂടെ. മഹാവിഷ്ണു എങ്ങനെയാണ് ശക്തി പ്രകടിപ്പിക്കുന്നത്? പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ. അതായത് ഭഗവാന്റെ പരമായ ശക്തിയെ വിവിധൈവ ശ്രൂയത്തെ, വിവിധങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു. യോഗമായയായിട്ടും മഹാമായയായിട്ടും. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ശക്തിയുടെ വിവിധ രൂപവിസ്തരണങ്ങളിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് വിഷ്ണുവും നേരിട്ട് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ കാണുന്ന പ്രളയജലത്തിൽ ശയിക്കുന്ന വിഷ്ണുവാണെങ്കിലും ഗർഭജലത്തിൽ ശയിക്കുന്ന വിഷ്ണുവാണെങ്കിലും ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണുവാണെങ്കിലും വിഷ്ണുവും ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? അദ്ദേഹം എപ്പോഴും ശയനത്തിലിരുന്നു കൊണ്ട് സേവ സ്വീകരിക്കുന്ന സ്വഭാവമാണ് ഭഗവാന്റേത്. പക്ഷേ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഭഗവാന്റെ കടാക്ഷം കൊണ്ട് സൃഷ്ടിയുണ്ടായി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ഒരു കടാക്ഷം, ആ കടാക്ഷം പ്രകൃതിയുടെ മേൽ പതിക്കുന്നു, പിന്നീട് ബാക്കിയുള്ളതെല്ലാം പ്രകൃതിയിലൂടെ നടക്കുന്നു. അപ്പോൾ ഇതാണ് ലീലാപുരുഷോത്തമനായ പരമപുരുഷ ഭഗവാനായ കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണൻ്റെ മാധുര്യത്തെ ആചാര്യന്മാർ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്നു. എന്ന് വച്ച് കൃഷ്ണന് ശക്തിയില്ല എന്നാകുന്നില്ല. നമ്മൾ കൃഷ്ണൻ്റെ വാസുദേവ കൃഷ്ണൻ്റെ ലീലകൾ കാണുമ്പോൾ അത് മധുരയിലായാലും ദ്വാരകയിലായാലും വാസുദേവ കൃഷ്ണനായി ഭഗവാൻ മധുരയിലേക്ക് പോയി, അതിനുശേഷം അദ്ദേഹം എല്ലാവരെയും മാറ്റി ദ്വാരകയിൽ കൊണ്ടുപോയി അദ്ദേഹം പാർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഓഡിയോ മിസ്സാവുന്നുണ്ട് പ്രഭു. എനിക്ക് മാത്രം തോന്നിയതാണോ? എല്ലാവർക്കും ഉണ്ട്, ഞാൻ കൊണ്ട് കുറച്ച് എന്താണ് മനസ്സിലാവുന്നില്ല. മറ്റേ നെറ്റ്വർക്ക് പ്രോബ്ലം അറിയില്ല, ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. സബ്ജക്ട് ഒരു വാക്ക് പോലും മിസ്സാവാതെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ അതർവൈസ് പ്ലീസ് കണ്ടിന്യൂ. Whenever I see that my internet connection is unstable, I try to repeat the sentence so that you can hear. That's what I'm doing actually. Hare Krishna. Oh, okay, you are also feeling that. Okay, Prabhu. No, I get a message, your internet connection is unstable. Then I repeat myself so that. Hare Krishna. Great, Prabhu. Thank you so much. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത അത്രയും മാധുര്യം ഭഗവാൻ ശ്രീകൃഷ്ണന് ഉണ്ട് എന്ന് തെളിയിക്കുന്നത് മാത്രമല്ല, അത് തീർച്ചയായിട്ടും ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ്. എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനുള്ളത്ര മാധുര്യം മറ്റാർക്കും. കാരണം നമ്മൾ പരമപുരുഷ ഭഗവാൻ എന്ന് പറയുമ്പോഴും പിന്നെ ആ പരമപുരുഷ ഭഗവാന്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൽ ഒന്നിലും കാണാത്ത അത്രയും മാധുര്യം ഭഗവാൻ ശ്രീകൃഷ്ണനിലുണ്ട്. അതുകൊണ്ടാണ് ഭക്തിവിനോദ് ഠാക്കൂർ പറഞ്ഞ രസാബ്ധിം എന്ന് പറഞ്ഞാൽ രസത്തിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത, രസത്തിന് യാതൊരു പരിധികളുമില്ലാത്ത ഒരു സാഗരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ ശക്തികളും കൃഷ്ണനിലാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് നേരിട്ട് പ്രകടിപ്പിക്കാൻ കൃഷ്ണന് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ നമ്മൾ കൃഷ്ണലീല കാണുമ്പോൾ നമുക്കറിയാം, ഈ വാസുദേവ കൃഷ്ണനായിട്ട് കൃഷ്ണൻ പോകുമ്പോൾ അവിടെ മധുരയിലാണെങ്കിലും കൃഷ്ണൻ്റെ വീരരസം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെയും ഭഗവാൻ ശക്തി പ്രകടിപ്പിക്കുന്നുവെങ്കിലും അതിൽ കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് അതിൽ നമ്മൾ കാണുന്നത് ഭഗവാൻ തൻ്റെ ആ വീരരസം എങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ
ഭാഗവത്തിൽ ചാണൂരനെയും മുഷ്ടികനെയും വധിക്കുന്ന ആ ഭാഗം, കുവലയപീഠത്തിനെ വധിക്കുന്ന ആ ഭാഗത്തിലൊക്കെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ആ കൊമ്പുമേന്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും സുന്ദരമായ മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുകയില്ല എന്ന്. അതായത് പക്ഷേ ഇങ്ങനെ നമ്മൾ ഭഗവാൻ വിഷ്ണു ഭഗവാൻ നരസിംഹമായിട്ട് വന്നപ്പോൾ നമ്മൾ അങ്ങനെ പറയില്ല. എല്ലാവരും ഭയന്നു എന്നാണ് അവിടെ വർണ്ണന വരുന്നത്, അല്ലേ? അതിന് ശേഷമാണ് ഭഗവാനെ ശാന്തനാക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ വരാഹമൂർത്തി വന്നപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുന്നില്ല. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വധം നടത്തുമ്പോൾ പോലും അവിടെ നമ്മൾ കാണുന്നത് എത്ര സുന്ദരനായിട്ട് ഭഗവാൻ നിൽക്കുന്നു കൊന്നതിന് ശേഷം എന്നാണ്. അതുപോലെ തന്നെ 1 മാസം പ്രായമുള്ളപ്പോൾ അത്രയും വലിയ പൂതനയുടെ രാക്ഷസ ശരീരത്തിന് മുകളിലിരുന്ന് ഭഗവാൻ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കളിക്കുന്നു. അപ്പോൾ ഒരേ ക്ഷണത്തിൽ നമുക്കവിടെ ഭഗവാൻ തൻ്റെ ഏറ്റവും ഉന്നതമായ ശക്തിയുടെ ഒരു സൂചന നമുക്ക് തരുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ കാണുന്നത് ആ ശക്തിയുടെ സൂചനയല്ല. നമ്മളത് ഈ ലീല നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ മാധുര്യമാണ്. എപ്രകാരം യശോദയും രോഹിണിയും സ്തബ്ധരായി നിന്നു. കാരണം അത്രയും വലിയ മല പോലെ കിടക്കുന്ന പൂതനയുടെ ശരീരത്തിൻ്റെ മുകളിൽ ആ കൊച്ചു കുഞ്ഞ് കിടന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കളിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നതും വളരെ മധുരമായിട്ടാണ്. അതാണ് പറയുന്നത്, ഭഗവാന്റെ മാധുര്യം തിരിച്ചറിയാൻ കഴിയുന്നത് ശ്രീമദ് ഭാഗവതത്തിലൂടെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ലീലയിൽ നമുക്ക് കാണാം. പിന്നെ അങ്ങോട്ട് ശിശുപാലനെ വധിക്കുന്ന അവിടെ വരുമ്പോഴും നമുക്ക് കാണാം എപ്രകാരമാണ് ഭഗവാൻ എല്ലാവരുടെയും മുന്നിൽ വച്ച് ശിശുപാലന് സമയം കൊടുക്കുന്നത്, അതിനുശേഷം തൻ്റെ സുദർശനം ഉപയോഗിച്ച് ശിശുപാലന് മുക്തിയേകിയത്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ആ ശക്തി എന്ന് പറയുന്ന ഐശ്വര്യത്തിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ അവിടം വരെ പോകേണ്ട കാര്യമില്ല. ഭഗവാന്റെ ശക്തിയുടെ സൂചന ഇതെല്ലാം എന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന ഭഗവാൻ നൽകുന്നത് വ്രജലീലയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇതും വളരെ പ്രസിദ്ധമായ ഒരു ലീലയാണ്. എല്ലാ കൂട്ടുകാരും പോയി യശോദയോട് പറയുന്നു, യശോദ അമ്മേ, കൃഷ്ണൻ വന്നിട്ട് ഈ മണ്ണെല്ലാം വാരി തിന്നുന്നു. ദിവസവും തിന്നുന്നുണ്ട്, പക്ഷേ അമ്മയുടെ മുന്നിൽ വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ നിന്നുകൊണ്ട് അമ്മയെ കബളിപ്പിക്കുകയാണ്. അങ്ങനെയാണ് യശോദ കൃഷ്ണനെ കൊണ്ട് വാ തുറക്കാൻ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ വായ തുറന്ന ഉടനെ തന്നെ അവിടെ കൃഷ്ണൻ്റെ എല്ലാ ശക്തികളും ചേർന്നിട്ടാണ് ഒരേ സമയത്ത് യോഗമായ യശോദയ്ക്ക് പിന്നീട് അത് ഓർമ്മയില്ലാത്ത രീതിയിലാക്കുന്നു. പക്ഷേ ആ ക്ഷണത്തിൽ യശോദയ്ക്ക് ഭഗവാൻ കാട്ടിക്കൊടുക്കുന്നതായിട്ട് വ്യാസൻ അവിടെ അത് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ചറിയുന്നത്? ഈ എല്ലാ പ്രപഞ്ചവും പ്രകടവും അപ്രകടവുമായ എല്ലാം ഭഗവാനിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഏറ്റവും ഉന്നതമായ തത്വം, ഈ പറയുന്നതെല്ലാം ഭഗവാനിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന ഉന്നതമായ തത്വത്തെയാണ് നമ്മളവിടെ വ്യാസമഹർഷിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം യശോദ വാ തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ പ്രപഞ്ചം കാണാം, പ്രപഞ്ചത്തിനുള്ളിൽ മറ്റെല്ലാവരെയും കാണാം, ബ്രഹ്മാവിനെയും ശിവനെയും കാണാം. എന്തിനേറെ പറയാൻ, യശോദ ഇങ്ങനെ നോക്കിപ്പോയപ്പോൾ ഒരു സൂമിൻ ക്യാമറ പോലെ യശോദയ്ക്ക് യശോദയെയും കാണാം, അവിടെ വാ തുറന്നിരിക്കുന്ന കൃഷ്ണനെയും കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആ ഒരൊറ്റ ക്ഷണം കൊണ്ടിട്ട് ഏതൊരു ഭഗവത് ഭക്തനും മനസ്സിലാകും ഈ കൃഷ്ണൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ശക്തി എന്താണ് എന്ന്. അതുകൊണ്ട് ശക്തി മുഴുവൻ വിഷ്ണുവിനാണ്, മാധുര്യം മുഴുവൻ കൃഷ്ണനാണ് എന്ന് നമ്മൾ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷെ ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആചാര്യന്മാർ, വിശിഷ്യ ശ്രീല പ്രഭുപാദർ നമ്മളോട് പറയുന്നത്, ആദ്യം 1-ാം സ്കന്ധം എന്ന് പറയുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളെയാണ് 1-ാമത്തെ സ്കന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഈ പരമപുരുഷ ഭഗവാനെ മനസ്സിലാക്കി തുടങ്ങണം.
എങ്ങനെയാണ് ഒരു കടാക്ഷം കൊണ്ടിട്ട് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാക്കുന്നത് ഭഗവാൻ എന്ന്, എങ്ങനെയാണ് ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നും അനന്തമായ പ്രപഞ്ചങ്ങൾ ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഒരു രൂപമുണ്ടായാൽ മാത്രമേ ഒരുവന് ദശമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വ്യാസമഹർഷി ഇതിങ്ങനെ രചിച്ചിരിക്കുന്നത്. പക്ഷേ പ്രഭുപാദർ പറയുന്നു, ക്ഷമയില്ലാത്ത പലരും നേരെ 10ാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഉള്ളതെല്ലാം വായിച്ചിട്ട് എല്ലാം തെറ്റിദ്ധരിച്ച് അവരും നരകത്തിലേക്ക് പോകും. ഇതിനെക്കുറിച്ച് 10 പേരോട് പറഞ്ഞ് അവരെയും കൂടെ നരകത്തിലേക്ക് അയക്കും. അതുകൊണ്ടാണ് അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയഃ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു വരണം. മന്വന്തര ഈശാനുകഥ നിരോധ മുക്തി ആശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിക ദേഹിനം. ഈ 10ാമത്തെ വിഷയം എത്ര വിശിഷ്ടമാണ് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് 9 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 9 വിഷയങ്ങളെക്കുറിച്ചിട്ട് ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ 10ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനേ പറ്റൂ. എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ബ്രഹ്മവിമോഹന ലീല നിങ്ങളെല്ലാവരും അറിയുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അതിമധുരമായ മറ്റൊരു ലീലയാണ്. എങ്ങനെയാണ് ഭഗവാൻ ബ്രഹ്മാവിനെ കബളിപ്പിച്ചത് എന്ന്. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ബ്രഹ്മാവിൻ്റെ പരമപൂജ്യനാണ് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി. എന്തുകൊണ്ടാണ്? ബ്രഹ്മാവ് ആദ്യമായിട്ട് കണ്ടത് ഭഗവാനെയാണ്. ബ്രഹ്മാവ് തനിക്കറിയാനുള്ള എല്ലാം നേരിട്ടറിഞ്ഞത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആരാധ്യനായ പരമപുരുഷനാണോ ഇങ്ങനെ ഒരു കേവലം ഗോപബാലനായിട്ട് ഈ മറ്റു മനുഷ്യബാലന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നു, മണ്ണിൽ പുരളുന്നു, വീഴുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഇതാണ് ബ്രഹ്മാവിൻ്റെ വിമോഹനം എന്ന് പറയുന്നത്. കാരണം ബ്രഹ്മാവിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, എൻ്റെ പരമപുരുഷ ഭഗവാൻ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഓരോ തവണയും ദേവന്മാർക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്? ബ്രഹ്മാവും ശിവനും ദേവകളും എല്ലാവരും കൂടെ പോയിട്ട് ക്ഷീരസാഗരത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് പുരുഷ സൂക്തം പറഞ്ഞ് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു എന്നാണ്. എന്ന് വച്ചാൽ ഇവർക്ക് ആർക്കും നേരിട്ട് അങ്ങോട്ട് പ്രവേശനമില്ല. ആകെ ഇവിടെ വിളിക്കാതെ പ്രവേശനമുള്ള ഒരേ ആൾ നാരദമുനി മാത്രമാണ്. ബ്രഹ്മാവിന് പോലും പെർമിഷനില്ല. അപ്പോൾ ബ്രഹ്മാവ് അതുകൊണ്ടാണ് ചിന്തിച്ചത്, എനിക്കൊന്ന് കാണണമെങ്കിൽ പോലും ഞാൻ ക്ഷീരസാഗരത്തിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നീട് മനസ്സിലാണ് ദർശനം കിട്ടുന്നത്, ഹൃദയത്തിലാണ് എനിക്ക് ദർശനം കിട്ടുന്നത്. അപ്പോൾ അത്രയും ദുർലഭനായിട്ടുള്ള ഭഗവാൻ എൻ്റെ ഭഗവാനാണോ ഇങ്ങനെ ഈ മണ്ണും പുരണ്ട് പശുക്കളുടെ കൂടെ ഓടി നടന്ന് ഈ കുട്ടികളുടെ കൂടെ എല്ലാം കളിച്ച് അവരെ ചിലപ്പോൾ തോളിലെടുത്തിരുത്തുന്നു, അവരുടെ കൂടെ വഴക്കുണ്ടാക്കുന്നു, അവരിൽ ചിലർ ഭഗവാനെ പ്രഹരിക്കുന്നു, ഇതല്ലെങ്കിൽ എൻ്റെ ഭഗവാനാണോ? ഇതാണ് ബ്രഹ്മാവിൻ്റെ യഥാർത്ഥ വിമോഹനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് തീരുമാനിച്ചത്, എൻ്റെ പരമപുരുഷ ഭഗവാൻ തന്നെയാണോ ഇതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് വച്ചിട്ടാണ് ബ്രഹ്മാവ് ഈ ഗോപബാലന്മാരെ മുഴുവൻ കൊണ്ടുപോയതും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനും മനസ്സിലായിക്കൊള്ളട്ടെ എൻ്റെ മാധുര്യം എന്ന് വച്ച് ബ്രഹ്മാവിനോട് ഭഗവാൻ കാട്ടിയ കാരുണ്യമാണ് ബ്രഹ്മവിമോഹന ലീല. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആനന്ദം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എൻ്റെ ആ പരമപുരുഷ ഭഗവാൻ തന്നെയാണല്ലേ ഇവിടെ ഈ വ്രജഭൂമിയിൽ ഇവരോടൊപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് ബ്രഹ്മാവിന് കാണാൻ പറ്റി. അതാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഭഗവാനിൽ നിന്നും നേരിട്ട് ഭഗവാൻ ഹൃദയത്തിലേക്ക് അറിവ് പകർന്നു കൊടുത്ത സൃഷ്ടിയിലെ ആദ്യത്തെ വ്യക്തിയായ ബ്രഹ്മാവിന് പോലും
ഭഗവാന്റെ വ്രജഭൂമിയിലെ ലീലകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ നമ്മുടെ കാര്യം വല്ലതും പറയാനുണ്ടോ? അതുകൊണ്ടാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ അമല പുരാണത്തിൽ ഈ 9 വിഷയങ്ങളിലൂടെ വ്യാസമഹർഷി നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ ആ 10ാമത്തെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ ഒരല്പമെങ്കിലും പക്വതയോടു കൂടിയിട്ട് അതിനെ സമീപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് വ്യാസമഹർഷി തന്നിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നിരിക്കുന്ന അനുഗ്രഹം കൊണ്ടിട്ടാണ് നമുക്ക് ഈ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ദേഹിനം. അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ 9 എണ്ണത്തെക്കുറിച്ചിട്ട് അവർ വർണ്ണിക്കുന്നത്? വർണ്ണയന്ത മഹാത്മാ ശ്രുതേന, അവരതിന് ശ്രുതിവാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അർത്ഥേന, മഹാത്മാക്കൾ ഇതിനെ നേരിട്ട് നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട്. അഞ്ജസ, വളരെ സംക്ഷിപ്തമായിട്ട് സൂത്രരൂപേണയും നമുക്കിത് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ വിധത്തിലെല്ലാം ഈ പറയുന്ന 9 വിഷയങ്ങളെ ശ്രീമദ് ഭാഗവതത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. എന്തിനെന്ന് വച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട, മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ 10ാമത്തെ ആശ്രയ തത്വത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ആശ്രയ തത്വത്തെ മനസ്സിലാക്കുവാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇത് നമുക്കെല്ലാവർക്കും യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ഇതിലേക്ക് നമ്മളെയെല്ലാം പ്രവേശിപ്പിച്ചിരിക്കുന്നതും സ്വയം ഭഗവാൻ തന്നെയാണ്. പക്ഷേ അത് ചൈതന്യ മഹാപ്രഭുവായി വന്നിട്ടാണ് നമുക്ക് ഈ ആർക്കും പ്രവേശനമില്ലാത്ത ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഇവിടെ പറയുന്ന ബ്രഹ്മാവിനും ശിവനും പോലും വ്രജഭൂമിയിലുള്ള പല ലീലകളിലും പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഭാഗവത പഠനത്തിലൂടെ നമുക്ക് ഈ ലീലകളിലേക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. നമ്മൾ ചൈതന്യ ചരിതാമൃതം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാം ചൈതന്യ മഹാപ്രഭു ഏറ്റവും കൂടുതൽ സമയം തൻ്റെ ഹരിനാമ സങ്കീർത്തനത്തിന് ശേഷം ചൈതന്യ മഹാപ്രഭു ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ത്യലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം, ഒന്നിലെ ഗദാധര പണ്ഡിതൻ അല്ലെങ്കിൽ സ്വരൂപ് ദാമോദർ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം വായിക്കുന്നു, മഹാപ്രഭു ശ്രവിക്കുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവത ശ്രവണം എന്ന് പറയുന്നത് വളരെ വളരെ ശക്തമായ ഒരു മാധ്യമമാണ്. നമ്മുടെ ആശ്രയസ്ഥാനമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ തിരിച്ചറിയുവാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മാധ്യമമാണ്. പക്ഷേ അതിലുള്ള തെറ്റിദ്ധാരണകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മളിതിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഈ 9 സ്കന്ധവും വായിച്ചതിന് ശേഷം, പഠിച്ചതിന് ശേഷം, അതും ശ്രീല പ്രഭുപാദ പറയുന്നുണ്ട്, വിശിഷ്യ 1ാമത്തെ സ്കന്ധം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ അടുത്ത സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ. കാരണം 1ാം സ്കന്ധമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് എന്താണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്ക് നൽകുന്ന 1ാം സ്കന്ധമാണ്. അതുകൊണ്ടാണ് നമ്മളോട് നമ്മുടെ മുതിർന്ന ഭക്തന്മാരെല്ലാം പറയുന്നു 1ാം സ്കന്ധം നല്ലവണ്ണം വായിക്കുക, പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതാണ്. കാരണം ദശമസ്കന്ധത്തിൽ എത്തുമ്പോൾ നമുക്ക് 1ാമത്തെ സ്കന്ധത്തിലുള്ള വിഷയത്തെക്കുറിച്ചിട്ട് നല്ല ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെയും തെറ്റിദ്ധാരണകളുണ്ടാകാം. കാരണം ദശമസ്കന്ധത്തിൽ വിശിഷ്യ ഭഗവാൻ ശ്രീകൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ലീലാകഥനങ്ങളെല്ലാം മനസ്സിലൊരല്പം പോലും കാമമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിലാകാത്ത വിഷയങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. ഇതിന് ശ്രീല പ്രഭുപാദർ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശ്രീല പ്രഭുപാദർ ഒരിക്കൽ, ഒരുപക്ഷെ നിങ്ങളിതെല്ലാം കേട്ടിട്ടുണ്ടാവും, ശ്രീല പ്രഭുപാദരുടെ അടുത്ത് ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് അവർ പ്രഭുപാദരോട് പറയും, ഞങ്ങൾക്ക് കൃഷ്ണലീല കേൾക്കണം എന്ന് പറയും. അപ്പോൾ പ്രഭുപാദർ പറയും, ഞാൻ സ്ഥിരമായ പ്രഭാഷണങ്ങൾ നൽകാറുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് അതല്ല കേൾക്കേണ്ടത്, ഞങ്ങൾക്ക് ഏറ്റവും രഹസ്യമായിട്ടുള്ള രാധാകൃഷ്ണ ലീലകളാണ് ശ്രവിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ പ്രഭുപാദ് പറയും, അതിന് നല്ല ശുദ്ധതയുണ്ടാകണം എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമിജി അങ്ങ് വിഷമിക്കേണ്ട, ഞങ്ങൾ പരമശുദ്ധരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് കേൾക്കാൻ യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയോട്
ഇത് കേൾക്കണം എന്നാവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, നിങ്ങൾക്കതിനുള്ള ശുദ്ധിയും യോഗ്യതയും ഉണ്ടായിരിക്കാം, പക്ഷേ രാസലീലയെക്കുറിച്ച് സംസാരിക്കാനുള്ള പരിശുദ്ധിയോ യോഗ്യതയോ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. നമ്മുടെ സ്ഥാപകാചാര്യനായ പ്രഭുപാദരുടെ വാക്കുകളാണിത്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഒരു നിമിഷം പോലും നമ്മൾക്ക് ആർക്കും തെറ്റിദ്ധാരണ വേണ്ട, പ്രഭുപാദർക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്ന്. അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലാകും. പക്ഷേ നമുക്ക് മനസ്സിലാകില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യവുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ശ്രീമദ് ഭാഗവതത്തെ പ്രത്യേകിച്ചും അതിൻ്റെ തുടക്കത്തിലുള്ള ഭാഗങ്ങളെയെല്ലാം വളരെ വിനമ്രതയോടുകൂടി സമീപിക്കുകയും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനുള്ള ഒരു ആർജവവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ കൃഷ്ണലീല ശ്രവിക്കുമ്പോൾ നമുക്ക് എന്താണോ ഉണ്ടാകേണ്ടത് അതുണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം എത്രയോ ഭാഗവതാചാര്യന്മാർ എന്ന് സ്വയം വിളിക്കുന്ന എത്രയോ പേർ ശ്രീമദ് ഭാഗവതം പ്രഭാഷണം സ്ഥിരമായി നടത്തുന്നുണ്ട്. കേൾക്കുന്നവരെല്ലാം വളരെ സന്തോഷിക്കുകയും തമാശ കേട്ട പോലെ ചിരിക്കുകയും പിന്നെ വീട്ടിൽ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണകരമായ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി കാണില്ല. എന്തുകൊണ്ടാണ്? കാരണം പഠിപ്പിക്കുന്ന ആൾക്കും ഒന്നാമത്തെ സ്കന്ധം അറിയില്ല, കേൾക്കുന്ന ആൾക്കും അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ആകുവാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും പരമമായ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ 9 സ്കന്ധങ്ങളിലൂടെ നമ്മൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് യാത്ര ചെയ്ത് അത് നമ്മുടെ ബുദ്ധിക്ക് എത്താവുന്നതേ അങ്ങേയറ്റം അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും വേണം. നമ്മുടെ ബുദ്ധിക്ക് പറ്റാവുന്ന അത്ര എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, പ്രത്യേകിച്ച് നമ്മൾ 4-5 സ്കന്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബുദ്ധി എത്ര ചെറുതാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് വലിയ വലിയ ഭാഗവത ആചാര്യന്മാർ പോലും 4-ാമത്തെ 5-ാമത്തെ സ്കന്ധം പൊതുവെ 15-20 മിനിറ്റിൽ പറഞ്ഞിട്ട് പോകും. കാരണം ഉള്ളിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. ശരിയല്ലേ? ഏതെങ്കിലും ഭാഗവതാചാര്യൻ ഇരുന്നിട്ട് 5-ാമത്തെ സ്കന്ധത്തിലെ സ്ഥാനത്തെക്കുറിച്ചിട്ട് 3 ദിവസം പ്രഭാഷണം നടത്തി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഉയർന്ന ശാസ്ത്രമാണ്. മാത്രമല്ല അതിൻ്റെ ഒരു ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് അമല പുരാണം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് മലം, ഇതിനകത്ത് മാറ്റി വയ്ക്കേണ്ടതായിട്ട് ഒന്നുമില്ലാത്ത പുരാണം ശ്രീമദ് ഭാഗവതമാണ്. മറിച്ച് നമ്മൾ മറ്റ് പുരാണങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കുറേ കഥനങ്ങൾ വരും. അതിലെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ന ആൾ ശിവനെ ആരാധിച്ചു, ഇങ്ങനെ കിട്ടി എന്ന് വായിക്കും. പിന്നെ അത് മാത്രമായി നമ്മുടെ തലയ്ക്കകത്ത്. പക്ഷേ ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് കൊണ്ടിട്ട് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയ്ക്കും ഇട നൽകാത്ത രീതിയിലാണ് വ്യാസമഹർഷി രചിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കേണ്ട വ്യക്തികളിൽ നിന്ന് പഠിക്കണം. കാരണം ശ്രീമദ് ഭാഗവതവും ഒരു കൽപ്പവൃക്ഷമാണ്. അതിൽ നിന്നും നമ്മൾ എന്തെങ്കിലും വളരെ നീചമായ ഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് നമുക്ക് ഒരുപക്ഷെ കിട്ടിയേക്കാം. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിന് മാത്രം നൽകാവുന്ന ഫലം എന്താണോ അത് കിട്ടാതെ പോകും. ശ്രീമദ് ഭാഗവതത്തിന് മാത്രമായി നൽകാവുന്ന ഏറ്റവും ഉന്നതമായ ഫലം എന്ന് വെച്ചാൽ പരമപുരുഷനായ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ശ്രീമദ് ഭാഗവതത്തിന് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷെ അതെങ്ങനെ പഠിക്കണം, ആരിൽ നിന്ന് കേൾക്കണം എന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനിൽ നിന്ന് തന്നെ കേൾക്കണം. അങ്ങനെയുള്ള ഏറ്റവും പ്രമുഖമായ ഒരു മധ്യസ്ഥത വഹിക്കുന്ന മഹാനാണ് ശ്രീല പ്രഭുപാദർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവ് വേറെ ഒന്നിലൂടെയും നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ
ഇങ്ങനെ വേണം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 10 വിഷയങ്ങളെ സമീപിക്കുവാൻ വേണ്ടിയിട്ട്. ഇതാണ് 10 വിഷയങ്ങളെക്കുറിച്ച് സംക്ഷേപമായി ഈ സമയം കൊണ്ട് എനിക്ക് പറയുവാൻ കഴിയുന്നത്. എല്ലാവർക്കും വളരെ നന്ദി. ഹരേ കൃഷ്ണ, നമസ്കാരങ്ങൾ. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരാജ് കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഇനി ആർക്കെങ്കിലും